Welcome back to Virtual Teaching. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബികോം സെമസ്റ്റർ 6ലെ ഓഡിറ്റിംഗ് ആൻഡ് അഷുറൻസ് എന്ന സബ്ജക്റ്റിലെ 4th മോഡ്യൂളിലെ കണ്ടിന്യൂഷൻ ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് കോൺട്രാക്ച്വൽ ഡ്യൂട്ടീസ് തൊട്ടാണ്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഡ്യൂട്ടീസ് ഓഫ് എ ഓഡിറ്റർ ആയിരുന്നു. അതിലെ ഫസ്റ്റ് ഡ്യൂട്ടിയായ സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടി ഫുൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായി. സോ നമുക്ക് നെക്സ്റ്റ് നോക്കാം. അടുത്താണ് കോൺട്രാക്ച്വൽ ഡ്യൂട്ടീസ്. അപ്പോൾ കോൺട്രാക്ച്വൽ ഡ്യൂട്ടിയിൽ മെയിനായിട്ട് 4 പോയിന്റ്സ് ഉള്ളത്. ഫസ്റ്റ് വൺ ആണ് ഓഡിറ്റർ ഹാസ് എ ഡ്യൂട്ടി ടു സീ ദാറ്റ് ഹിസ് അപ്പോയിൻമെന്റ് ഈസ് ഇൻ ഓർഡർ. എന്താണ് ഓഡിറ്റർ ശ്രദ്ധിക്കണം, അദ്ദേഹത്തിന്റെ അപ്പോയിൻമെന്റ് എന്നത് കറക്റ്റ് പ്രോപ്പർലി തന്നെയാണ് അയാളെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ലീഗലി തന്നെയാണ് അദ്ദേഹത്തെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത് നോക്കണം. രണ്ടാമത് ഹി മസ്റ്റ് പെർഫോം ഓൾ ദി ഡ്യൂട്ടീസ് അണ്ടർ ദ കോമൺ ലോ. ആ ഒരു കോൺട്രാക്ട് ആക്ടിൽ അല്ലെങ്കിൽ ലോയിൽ പറഞ്ഞിരിക്കുന്ന രീതിയിൽ തന്നെയുള്ള എല്ലാ ഡ്യൂട്ടീസും അദ്ദേഹം പെർഫോം ചെയ്തിരിക്കണം. മൂന്നാമത്തെ ഇഫ് ഹി ഈസ് റിക്വയർഡ് ടു പെർഫോം സർട്ടൺ സ്പെഷ്യൽ ഡ്യൂട്ടീസ് അണ്ടർ ദ കോൺട്രാക്ട് വിത്ത് ദ കമ്പനി, സേ കണ്ടക്ട് ഓഫ് ദ എഫിഷ്യൻസി ഓഡിറ്റ് ഓർ പ്രോപ്പർട്ടി ഓഡിറ്റ്, ഹി ഹാസ് ടു പെർഫോം ദം. ഇപ്പോൾ അദ്ദേഹത്തിന് എന്തെങ്കിലും സ്പെഷ്യൽ ഡ്യൂട്ടീസ് ആ ഒരു കോൺട്രാക്റ്റിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനിയായിട്ട് ആ കോൺട്രാക്റ്റിൽ പറഞ്ഞിരിക്കുന്ന ആ ഡ്യൂട്ടീസും കൂടി അദ്ദേഹം ചെയ്യാൻ ബാധ്യസ്ഥയാണ്. ഫോർ എക്സാമ്പിൾ ചിലപ്പോൾ എഫിഷ്യൻസി ഓഡിറ്റ് നടത്താൻ പറഞ്ഞിട്ടും അത് നടത്തേണ്ടി വരും, അല്ലെങ്കിൽ പ്രോപ്പർട്ടി ഓഡിറ്റ് നടത്താൻ പറഞ്ഞിട്ടും അത് ഏത് പറഞ്ഞാലും അദ്ദേഹം നടത്തിയിരിക്കണം. ലാസ്റ്റ് പോയിന്റ് ആണ് ആൻ ഓഡിറ്റർ ഈസ് റിക്വയർഡ് ടു പെർഫോം ഹിസ് contractual duties with reasonable care and diligency in order to avoid his liability for breach of contract. അപ്പോൾ എന്താണ് അദ്ദേഹം ആ ഒരു ഓഡിറ്റർ ഓഡിറ്റിംഗ് പെർഫോം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കോൺട്രാക്ച്വൽ ഡ്യൂട്ടീസ് പെർഫോം ചെയ്യുമ്പോൾ വളരെ കെയറോടെ വേണം അത് പെർഫോം ചെയ്യണം. കാരണം എന്താണ്, അല്ലെങ്കിൽ അദ്ദേഹം തൻ്റെ ആ ഒരു കോൺട്രാക്റ്റിലെ ടേംസിനെ ബ്രേക്ക് ചെയ്ത് അല്ലെങ്കിൽ അതിന് പുറത്തേക്ക് പോകുന്ന പോലെയോ ആ കോൺട്രാക്റ്റിൽ പറയാത്ത കാര്യങ്ങൾ ചെയ്തില്ല, പിന്നെ അതിന് അദ്ദേഹം ലയബിളായി മാറും. അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് വേണം നമ്മൾ ആ ഒരു കോൺട്രാക്ട് ഡ്യൂട്ടീസ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി. ഇപ്പം ഇതൊക്കെയാണ് കോൺട്രാക്ച്വൽ ഡ്യൂട്ടീസിൽ ഉള്ളത്. നെക്സ്റ്റ് നോക്കാൻ പോകുന്നതാണ് ഡ്യൂട്ടീസ് അണ്ടർ ലീഗൽ ഡിസിഷൻ. ഫസ്റ്റ് പോയിന്റ് ആണ് ദ ഓഡിറ്റർ ഷുഡ് മേക്ക് ഹിംസെൽഫ് ഫുള്ളി അവെയർ വിത്ത് ഹിസ് ഡ്യൂട്ടി അണ്ടർ ദ കമ്പനി ആക്ട് ആൻഡ് ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ ഓഫ് ദ കമ്പനി. ഓഡിറ്ററിന് ഫസ്റ്റ് തന്നെ എന്ത് ചെയ്യണം, അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി എന്താണ്, ഡ്യൂട്ടി എന്തൊക്കെയാണെന്ന് കമ്പനി ആക്ടിലും കീഴിലും അതുപോലെ തന്നെ ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ ഈ രണ്ടിലും അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് അദ്ദേഹത്തിന് അറിഞ്ഞിരിക്കണം, അവെയർ ആയിരിക്കണം. രണ്ടാമത്തെ പോയിന്റ് വെച്ച് കഴിഞ്ഞാൽ ഹി ഷുഡ് വെരിഫൈ ദ അരിത്തമാറ്റിക്കൽ ആക്യുറസി ഓഫ് ദ ബാലൻസ് ഷീറ്റ് ആൻഡ് ഓൾസോ എൻക്വയർ ഇറ്റ് ഇൻ ടു ദ റിയൽ ആക്യുറസി ആൻഡ് ഫെയർനെസ്. അവർ കമ്പനി കാണിച്ചിരിക്കുന്ന ബാലൻസ് ഷീറ്റിന്റെ അരിത്തമാറ്റിക്കൽ ആക്യുറസി എന്തോരുണ്ടെന്ന് ചെക്ക് ചെയ്യണം. അതേപോലെ തന്നെ ആ തന്നിരിക്കുന്നതിൽ റിയൽ ആക്യുറസി ആണോ അല്ലെങ്കിൽ അത് സത്യമായിട്ടുള്ള കാര്യമാണോ എന്നും കൂടി നമ്മുടെ ഓഡിറ്റർ ചെക്ക് ചെയ്തിരിക്കണം. മൂന്നാമത്തെ പോയിന്റ് ഹി ഷുഡ് സാറ്റിസ്ഫൈ ഹിംസെൽഫ് അബൌട്ട് ദ വാല്യൂഷൻ ഓഫ് അസറ്റ് ആൻഡ് മേക്ക് പേഴ്സണൽ ഇൻസ്പെക്ഷൻ ഓഫ് സെക്യൂരിറ്റി ഓഫ് ദ കമ്പനി. അസറ്റിന്റെ വാല്യൂഷനിലേക്ക് തനിക്ക് സ്വന്തമായിട്ടൊരു സാറ്റിസ്ഫാക്ഷൻ അദ്ദേഹത്തിന് ഉണ്ടാവണം. അതേപോലെ തന്നെ അദ്ദേഹം കമ്പനിയുടെ സെക്യൂരിറ്റീസ് എല്ലാത്തിലും ഒരു പേഴ്സണൽ ഇൻസ്പെക്ഷൻ കൂടി നടത്തണം. ഫോർത്ത് പോയിന്റ് ആണ് ഹി ഷുഡ് പെർഫോം ഹിസ് ഡ്യൂട്ടി വിത്ത് സ്കിൽ ആൻഡ് കെയർ ആൻഡ് കോഷൻ. എന്താണ് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി ചെയ്യുമ്പോൾ വളരെ അദ്ദേഹത്തിന്റെ സ്കില്ല് ഉപയോഗിച്ചും കെയർ ആയിട്ടും വളരെ ശ്രദ്ധയോടെ വേണം അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസ് പെർഫോം ചെയ്യാൻ വേണ്ടി. നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് സ്റ്റോക്കൊക്കെ പ്രോപ്പർലി തന്നെ ചെക്ക് ചെയ്യണം, കൃത്യമായിട്ട് സ്റ്റോക്കിന്റെ എണ്ണൊക്കെ അദ്ദേഹം പേഴ്സണലി തന്നെ ചെക്ക് ചെയ്യണം. ആറാമത്തെ പോയിന്റ് പറഞ്ഞിട്ടുള്ളത് എന്താണ്, ഡിബെഞ്ചർ ട്രസ്റ്റ് ഡീഡ് ഉണ്ട്, അതിന്റെ ടേംസ് എല്ലാം കൃത്യമായിട്ട് ഓഡിറ്റർ ചെക്ക് ചെയ്തിരിക്കണം. അതാണ് ആറാമത്തെ പോയിന്റ് ഹി ഷുഡ് എക്സാമിൻ ദ ടേംസ് ഓഫ് ഡിബെഞ്ചർ ട്രസ്റ്റ് ഡീഡ്. ഏഴാമത്തെ പോയിന്റ് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഒരിക്കലും ഡിറ്റക്റ്റീവിന്റെ സ്വഭാവം കാണിക്കരുത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും നമ്മൾ ജസ്റ്റ് അങ്ങനെ ആയിരിക്കുമെന്ന് പ്രിഡിക്റ്റ് ചെയ്ത് മാത്രം ഒരു ഫൈനൽ റിസൾട്ടിലേക്ക് വരരുത്. അത് എന്താണെന്ന് കൃത്യമായിട്ട് നോക്കി ശരിക്കും ബോധിച്ചാൽ മാത്രമേ അതങ്ങനെയൊന്ന് ഫൈനലൈസ് ചെയ്യാൻ പാടുള്ളൂ. ഡിറ്റക്റ്റീവ് ആയിട്ടുള്ള രീതിയിലൊന്നും ഒരിക്കലും ഓഡിറ്റർ മാറാൻ പാടില്ല. എട്ടാമത്തെ പോയിന്റ് ആണ് പ്രീവിയസ് ഓഡിറ്റർ. ആ കമ്പനിക്ക് പ്രീവിയസ് ഓഡിറ്റർ ഉണ്ടാവും. ആ പ്രീവിയസ് ഓഡിറ്ററായിട്ട് ഒന്ന് സംസാരിച്ചല്ലെങ്കിൽ അദ്ദേഹത്തെ ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് വേണം നമ്മൾ എന്തും ഫൈനൽ ഡിസിഷനിലേക്ക് വരാൻ വേണ്ടി. ആൻഡ് ലാസ്റ്റ് പോയിന്റ് ആണ് ചാർട്ടേഡ് അക്കൗണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട് മെമ്പർ അല്ലെങ്കിൽ അദ്ദേഹം ഒരിക്കലും ഓഡിറ്ററായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പാടില്ല. അത് ലോയ്ക്ക് എതിരെ മാറും. ഇത്രയും കാര്യങ്ങളാണ് ഡ്യൂട്ടീസ് അണ്ടർ ലീഗൽ ഡിസിഷൻ. ഇനി നെക്സ്റ്റ് ആണ് പ്രൊഫഷണൽ ഡ്യൂട്ടീസ്. എന്തൊക്കെയാണ് പ്രൊഫഷണൽ ഡ്യൂട്ടീസ് പറഞ്ഞു നോക്കാം. ഒന്നാമത്തെ എന്താണ്, എപ്പോഴും അദ്ദേഹം ആ ഒരു ഓഡിറ്ററിന് ഡ്യൂട്ടീസ് ചെയ്യുമ്പോൾ പബ്ലിക് ഇൻട്രസ്റ്റ് ആണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് കൊടുക്കേണ്ടത്, അല്ലാണ്ട് ഒരു പേഴ്സണൽ ഇൻട്രസ്റ്റിന് വേണ്ടിയല്ല, അദ്ദേഹത്തിന് സ്വന്തം ഇഷ്ടത്തിന് വേണ്ടിയല്ല, പബ്ലിക് ഇൻട്രസ്റ്റ് ആണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. രണ്ടാമത്തെ പോയിന്റാണ് എപ്പോഴും അദ്ദേഹം വർക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഓഡിറ്റ് ചെയ്യുമ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഓഫ് ഇന്ത്യ അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഡ്യൂട്ടീസ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി. പിന്നെ എപ്പോഴും തൻ്റെ വർക്കിനോട് ഓണസ്റ്റി ആയിരിക്കണം, സിൻസിയർ ആയിരിക്കണം. അതുപോലെ തന്നെ ടെക്നിക്കലി നോളജും അതുപോലെ ഇൻഡിപെൻഡൻസി ഒക്കെ ഉണ്ടാവണം. സ്വന്തം ഡിസിഷൻ എടുക്കാനുള്ള കഴിവും ടെക്നിക്കലായിട്ടുള്ള നോളജും എല്ലാ കാര്യവും കൃത്യമായിട്ട് അദ്ദേഹത്തിന് ഉണ്ടാവണം. ലാസ്റ്റ് പോയിന്റ് ആണ് എപ്പോഴും നമ്മുടെ കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷനും വർക്കിംഗ് പൊസിഷനും
ഫുൾ ആൻഡ് ഫെയർ ഇൻഫോർമേഷൻസ് ഷെയർ ഹോൾഡേഴ്സിലേക്ക് എത്തിക്കണം. ഒരിക്കലും അവരോട് കള്ളത്തരം പറയാനോ അവരെ പറ്റിക്കാനോ പാടുള്ളതല്ല. ഇതൊക്കെയാണ് പ്രൊഫഷണൽ ഡ്യൂട്ടീസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് നോക്കാൻ പോകുന്നതാണ് സ്റ്റാറ്റസ് ഓഫ് ആൻ ഓഡിറ്റർ. ഓഡിറ്റർ എന്ന് പറയുമ്പോൾ മെയിനായിട്ട് 2 ടൈപ്പായിട്ട് നമുക്ക് പറയാൻ പറ്റും. ഒന്നാമത്തെ വെച്ച് കഴിഞ്ഞാൽ ഓഡിറ്റർ ശരിക്കും പറഞ്ഞാൽ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഏജൻ്റാണ്. രണ്ടാമത് പറയുകയാണെങ്കിൽ ഓഡിറ്റർ ഒരു കമ്പനിയുടെ ഓഫീസറുമാണ്. അപ്പോൾ എങ്ങനെയാണ് ഓഡിറ്റർ ഒരു ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഏജൻ്റ് ആണെന്ന് നോക്കാം. ആൻ ഓഡിറ്റർ ഈസ് അപ്പോയിൻറ്റഡ് ബൈ ദ ഷെയർ ഹോൾഡർ ഓർ ബൈ ദ ഡയറക്ടർ ഓർ ബൈ ദ സെൻട്രൽ ഗവൺമെൻറ്. നമ്മൾ നേരത്തെ നോക്കിയിട്ട് എന്താണ്, ഓഡിറ്ററിനെ ഒന്നില്ലെങ്കിൽ അപ്പോയിൻറ്റ് ചെയ്യുക ഷെയർ ഹോൾഡേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഡയറക്ടേഴ്സ് ആയിരിക്കും, അതും അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് ആയിരിക്കും. ദ പ്രൈമറി ഡ്യൂട്ടി ഓഫ് ദ ഓഡിറ്റർ ഈസ് ടു സേഫ് ഗാർഡ് ഇൻട്രസ്റ്റ് ഓഫ് ദ ഷെയർ ഹോൾഡേഴ്സ്. അല്ലേ, നമ്മൾ കമ്പനിയുടെ യഥാർത്ഥ പൊസിഷനാണ് ആ ഒരു ഓഡിറ്റ് റിപ്പോർട്ടിലൂടെ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് സേഫ് ഗാർഡ് ചെയ്യാൻ വേണ്ടിയാണ് ഓഡിറ്റേഴ്സ് ഇതൊക്കെ ചെയ്യുന്നത്. അതിൻ്റെ പ്രൈമറി ഡ്യൂട്ടി അത് തന്നെയാണ്. He has to verify in detail all the books of account and report to the shareholder. ഇപ്പം എന്താണ്, എല്ലാ ബുക്സ് ഓഫ് അക്കൗണ്ടും കൃത്യമായിട്ട് വെരിഫൈ ചെയ്തിട്ട് അതിൻ്റെ റിപ്പോർട്ട് ആരെ ഏൽപ്പിക്കണം, ഷെയർ ഹോൾഡേഴ്സിനെ കാണിക്കണം. അപ്പോൾ എങ്ങനെയൊക്കെയാണ് എന്താണ് ഓഡിറ്റർ നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഒരു ഏജൻ്റ് ആവുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഓഡിറ്റർ ആസ് എൻ ഓഫീസർ ഓഫ് ദ കമ്പനി, എങ്ങനെയാണ് കമ്പനിയുടെ ഓഫീസർ ആണെന്ന് നോക്കാം. ആൻഡ് ഓഡിറ്റർ ഈസ് ഓൾസോ കൺസിഡർ ആസ് എൻ ഓഫീസർ ഓഫ് ദ കമ്പനി ലൈക്ക് മാനേജർ, സെക്രട്ടറി എക്സെട്ര. ഓഡിറ്ററിനെ ഒരു ഓഫീസറായിട്ടാണ് കാണുന്നത്. എങ്ങനെ, ലൈക്ക് ഒരു മാനേജറിനെ കാണുന്നു അല്ലെങ്കിൽ ഒരു സെക്രട്ടറി കാണുന്നു പോലെ തന്നെയാണ് ഓഡിറ്ററിനെയും കാണുന്നത്. ദ ഓഡിറ്റർ വർ കൺസിഡർഡ് ടു ബി ദ ഓഫീസർ ഓഫ് ദ കമ്പനി ആൻഡ് ദേ വർ നോട്ട് സെർവൻറ്റ് ഓഫ് ദ ഡയറക്ടേഴ്സ്. എന്താണ്, ഓഡിറ്റേഴ്സ് എന്ന് പറയുന്നത് ആ കമ്പനിയുടെ ഓഫീസേഴ്സ് തന്നെയാണ്, അല്ലാണ്ട് ഒരിക്കലും ഡയറക്ടേഴ്സ്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ സർവൻസ് അല്ല ഓഡിറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇൻ ഷോർട്ട്, ഓഡിറ്റർ ഇസ് ബോത്ത് ആൻ ഏജന്റ് ഓഫ് ദ ഷെയർ ഹോൾഡർ ആൻഡ് ആൻ എക്സ്റ്റെൻഡ് ദ ഓഫീസർ ഓഫ് ദ കമ്പനി. എന്താണ്, ഇൻ ഷോർട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഓഡിറ്റർ എന്ന് പറയുന്നത് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഏജൻറ്റും ആണ്, അതേപോലെ തന്നെ കമ്പനിയുടെ ഓഫീസേഴ്സും ആണ്. ക്ലിയർ ആയല്ലോ. നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നതാണ് ഓഡിറ്റേഴ്സ് ലയബിലിറ്റി. അപ്പോൾ നമുക്ക് ഓഡിറ്റേഴ്സിൻ്റെ ലയബിലിറ്റിനെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. കോൺട്രാക്ച്വൽ ലയബിലിറ്റി, സ്റ്റാറ്റ്യൂട്ടറി ലയബിലിറ്റി ആൻഡ് അതർ ലയബിലിറ്റി. ഫസ്റ്റ് വൺ ആണ് കോൺട്രാക്ച്വൽ ലയബിലിറ്റി. The contractual liability arises out of the contract entered in between the auditor and the client. Contractual liability arise എപ്പോഴാണ്, ക്ലയൻറ്റും ഓഡിറ്ററും ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുമ്പോഴാണ് കോൺട്രാക്ച്വൽ ലയബിലിറ്റി ഉണ്ടാവുന്നത്. The rights, duties, remuneration and liability of an auditor should be clearly specified in the agreement. ആ ഒരു ഓഡിറ്ററിൻ്റെ എന്തൊക്കെ റൈറ്റ്സ് ഉണ്ട്, എന്തൊക്കെ ഡ്യൂട്ടീസ് ഉണ്ട്, റെമ്യൂണറേഷൻ എത്രയാണ്, ലയബിലിറ്റീസ് എത്രയാണ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ആ ഒരു എഗ്രിമെൻറ്റിൽ കാണിച്ചിരിക്കണം. If the auditor performs his duties strictly following the terms of the agreement, he is free from any liability. ആ ഒരു എഗ്രിമെൻറ്റ് പറഞ്ഞിരിക്കുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ് പോലെ തന്നെയാണ് ഓഡിറ്റർ പെർഫോം ചെയ്തിട്ടുള്ളെങ്കിൽ അദ്ദേഹത്തിന് ലയബിലിറ്റി ഒന്നും തന്നെ ഉണ്ടാവുന്നില്ല. If he negligent, if in his duty and the client subsequently suffer a loss on account of his negligence, auditor may be held liable. പക്ഷേ അദ്ദേഹത്തിന് ഡ്യൂട്ടീസ് കൃത്യം ചെയ്യാത്തതുകൊണ്ട് തന്നെ ക്ലയൻറ്റിന് എന്തെങ്കിലും ലോസ് സംഭവിക്കുകയാണെങ്കിൽ ഓഡിറ്റർ ആ ലോസിന് ലയബിൾ ആയിരിക്കും. If his statement do not exhibit true and fair view of the financial position of the client, he may be held liable for the loss. അദ്ദേഹം കൊണ്ടുവന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആൻഡ് ഫെയർ വ്യൂ, നമ്മുടെ ഫിനാൻഷ്യൽ പൊസിഷൻ കൃത്യമായിട്ടല്ല കാണിച്ചിട്ടുള്ളെങ്കിൽ അപ്പോൾ എന്താണ്, ആ ഒരു എക്സിബിറ്റ് ചെയ്യാത്തതുകൊണ്ട് തന്നെ ക്ലയൻറ്റിന് എന്തൊക്കെ ലോസ് സംഭവിച്ചിട്ടുണ്ടോ ആ ലോസ് എല്ലാം ആര് സഹിക്കേണ്ടി വരും, നമ്മുടെ ഈ ഓഡിറ്റർ സഹിക്കേണ്ടി വരും. ഇതാണ് കോൺട്രാക്ച്വൽ ലയബിലിറ്റി. രണ്ടാമത്തെയാണ് സ്റ്റാറ്റ്യൂട്ടറി ലയബിലിറ്റി. Statutory liability of an auditor refers to those liability which are specially laid down in the statutes of the country. എന്താണ് സ്റ്റാറ്റ്യൂട്ടറി ലയബിലിറ്റി എന്ന് പറയുമ്പോൾ ചില ലയബിലിറ്റീസ് ഉണ്ട്, നമ്മുടെ രാജ്യത്തിലെ നിയമം തന്നെ പറഞ്ഞിട്ടുള്ള ചില ലയബിലിറ്റീസ്, അങ്ങനെയുള്ള ലയബിലിറ്റീസ് ആണ് സ്റ്റാറ്റ്യൂട്ടറി ലയബിലിറ്റീസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഈ സ്റ്റാറ്റ്യൂട്ടറി ലയബിലിറ്റി എന്ന് പറയുമ്പോൾ 2 ടൈപ്പ് ഉണ്ട്, അണ്ടർ കമ്പനി ആക്റ്റും അതുപോലെ തന്നെ അണ്ടർ ഇന്ത്യൻ പീനൽ കോഡും. കമ്പനി ആക്ട് ലയബിലിറ്റിയും 2 പിന്നെ ഡിവൈഡ് ചെയ്യാം. സിവിൽ ലയബിലിറ്റി ഉണ്ട്, ക്രിമിനൽ ലയബിലിറ്റി ഉണ്ട്. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്ന സ്റ്റാറ്റ്യൂട്ടറി ലയബിലിറ്റിയാണ്. അതിലെ ഫസ്റ്റ് വൺ ആയ കമ്പനി ആക്ടിലെ കീഴിലുള്ള എന്തൊക്കെ ലയബിലിറ്റീസ് ആണ് ഒരു ഓഡിറ്റർ ഉണ്ടാവുന്നത് നോക്കാൻ പോകുന്നത്. ലയബിലിറ്റീസ് അണ്ടർ കമ്പനി ആക്ട് 2013 2 ലയബിലിറ്റി ഉണ്ട്. ഒന്നാമത്തെ സിവിൽ ലയബിലിറ്റി, രണ്ടാമത്തെ ക്രിമിനൽ ലയബിലിറ്റി. സിവിൽ ലയബിലിറ്റി. The liability of an auditor to pay for damage are known as civil liability. എന്താണ്, ഓഡിറ്റർ കാരണം എന്തെങ്കിലും ഡാമേജ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഡാമേജിന് പേ ചെയ്യേണ്ട ലയബിലിറ്റിയാണ് സിവിൽ ലയബിലിറ്റി എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 2 കാരണം കൊണ്ട് നമുക്ക് എന്താണ് സിവിൽ ലയബിലിറ്റി ഉണ്ടാവും. അതിൽ ഒന്നാമത്തെയാണ് ലയബിലിറ്റി ഫോർ നെഗ്ലിജൻസ്. An auditor is appointed to perform certain duties.
ഒരു ഓഡിറ്ററിനെ അപ്പോയിന്റ് ചെയ്തിരുന്നതാണ് ചില ഡ്യൂട്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ടു ദി എക്സ്റ്റെൻറ്റ് ഓഫ് ഹിസ് ഡ്യൂട്ടി ആസ് എൻ ഓഡിറ്റർ ഹി ആക്ട് ആസ് എൻ ഏജന്റ് ഓഫ് ഹിസ് ക്ലയൻറ്റ്. അതുകൊണ്ട് തന്നെ ആ ഒരു ഡ്യൂട്ടീസ് വെച്ച് നോക്കുമ്പോൾ നമുക്കെന്ത് പറയാം, ഈ ക്ലയൻറ്റിൻ്റെ ഒരു ഏജന്റാണ് ഓഡിറ്റർ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇൻ ദിസ് കപ്പാസിറ്റി ഹി മസ്റ്റ് എക്സസൈസ് റീസണബിൾ കെയർ ആൻഡ് സ്കിൽ ടു പെർഫോം ഹിസ് ഡ്യൂട്ടീസ്. ഒരു ഏജന്റ് ആകുമ്പോൾ എന്താണ് അത് ആ ഒരു വ്യക്തിയുടെ എന്താണ് ഒരു മസ്റ്റ് റീസണബിൾ ആയിട്ട് കെയർ ചെയ്തിട്ട് അല്ലെങ്കിൽ സ്കിൽ ഉപയോഗിച്ച് അത് ഡ്യൂട്ടി കംപ്ലീറ്റ് ചെയ്യണമെന്നത് അദ്ദേഹം ചെയ്യേണ്ട കാര്യം തന്നെയാണ്. അത് റെസ്പോൺസിബിലിറ്റിയാണ് അദ്ദേഹത്തിൻ്റെ. ഇഫ് ഹി ക്ലയൻറ്റ് സഫർ ലോസ് ഡ്യൂ ടു ഹിസ് നെഗ്ലിജൻസ്, അതുകൊണ്ട് തന്നെ ആ ഒരു ഓഡിറ്ററിൻ്റെ പ്രശ്നം അല്ലെങ്കിൽ എന്താണ് റീസണബിൾ കെയർ ഇല്ലാത്തതുകൊണ്ട് തന്നെ ക്ലയൻറ്റിന് എന്തെങ്കിലും ലോസ് സഫർ ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ അതിന് എല്ലാ ഡാമേജും സഹിക്കേണ്ടത് ആരാണ്? ഓഡിറ്റർ തന്നെയാണ്. അതാണ് ഒന്നാമത്തെ ലയബിലിറ്റി ഫോർ നെഗ്ലിജിയൻസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിൽ 3 പോയിന്റ്സ് ഓർത്തുണ്ട്. അതിൽ എപ്പോഴൊക്കെയാണ് ഓഡിറ്ററിന് ഈ ലയബിലിറ്റി വരുന്നത് നോക്കാം. ഇറ്റ് ഷുഡ് ബി പ്രൂവ് ദാറ്റ് ഓഡിറ്റർ ഈസ് നെഗ്ലിജിയൻറ്റ്. നമ്മൾ പ്രൂവ് ചെയ്യണം ഓഡിറ്ററിന് ശ്രദ്ധ കുറവുകൊണ്ടാണ് പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് പറഞ്ഞ് നമ്മൾ പ്രൂവ് ചെയ്യണം. രണ്ടാമത്തത് സച്ച് നെഗ്ലിജൻസ് ഷുഡ് ഹാവ് റിസൾട്ടഡ് ഇൻ എ ലോസ്. അങ്ങനെ ശ്രദ്ധ കുറവുകൊണ്ട് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അതിൽ ക്ലയൻറ്റിന് എന്തെങ്കിലും ലോസ് ഉണ്ടായിരിക്കണം. മൂന്നാമത് സച്ച് ലോസ് ഷുഡ് ഹാവ് ബീൻ സഫേർഡ് ബൈ ദ ക്ലയൻറ്റ്. അങ്ങനെ എന്തെങ്കിലും ലോസ് ഉണ്ടായി കഴിഞ്ഞാൽ ആ ലോസ് സഫർ ചെയ്യേണ്ടതാണ് ക്ലയൻറ്റ് തന്നെയാവണം. ഇത് 3 ആയി മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഓഡിറ്ററിനെതിരെ നമുക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റ് കൊടുക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. നെക്സ്റ്റ് ആണ് ലയബിലിറ്റി ഫോർ മിസ്ഫീസൻസ്. അത് നോക്കാം. ഇറ്റ് ഇംപ്ലൈസ് ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് അല്ലെങ്കിൽ ബ്രീച്ച് ഓഫ് ഡ്യൂട്ടി. നമ്മൾക്ക് തന്നിരിക്കുന്ന ആ ഒരു ഡ്യൂട്ടീനെ നമ്മൾ ഡ്യൂട്ടി ചെയ്യാണ്ടിരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്താണ് നമുക്കുള്ള ട്രസ്റ്റ് ഇല്ലേ അത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ള കേസിലാണ് നമ്മൾ ഇങ്ങനൊരു ലയബിലിറ്റി ഉണ്ടെന്ന് പറയുന്നത്. ആ ഒരു ഓഡിറ്ററിന് കൊടുത്തിരിക്കുന്ന ഡ്യൂട്ടി കൃത്യമായിട്ട് അല്ലെങ്കിൽ പ്രോപ്പർലി ചെയ്തില്ലെങ്കിൽ അവിടെ എന്ത് പറ്റും, ഉറപ്പായിട്ടും ക്ലയൻറ്റിന് എന്തെങ്കിലും ലോസ് സഫർ ചെയ്യേണ്ടി വരും. അങ്ങനെ സഫർ ചെയ്യാമെങ്കിലാണ് അദ്ദേഹത്തിന് എന്ത് ചെയ്യേണ്ടത് അപ്പോഴും ലയബിലിറ്റി ഉണ്ടാവുന്നത്. നെക്സ്റ്റ് ആണ് ക്രിമിനൽ ലയബിലിറ്റി. ക്രിമിനൽ ലയബിലിറ്റി ഓഫ് എൻ ഓഡിറ്റർ അറൈസ് ബിക്കോസ് ഓഫ് ഒഫൻസസ് ഓഫ് സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻ സ്പെഷ്യലി ലേഡ് ഓൺ. എന്താണ് നിയമപരമായി കൊടുത്തിരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അതെല്ലാം തെറ്റിക്കുമ്പോഴാണ് ക്രിമിനൽ ലയബിലിറ്റി വരുന്നത്. ഇൻ സച്ച് കേസസ് ആൻ ഓഡിറ്റർ ഈസ് ലയബിൾ നോട്ട് ഓൺലി ടു ദ ഷെയർ ഹോൾഡർ ബട്ട് ഓൾസോ ടു ദ സ്റ്റേറ്റ്. അങ്ങനെ വരുമ്പോൾ അദ്ദേഹത്തിന് ആ ഒരു കമ്പനിയെ മാത്രം ബോധിച്ച പോലെ എന്താണ് അത് പിന്നെ കേസോ പിന്നെ അത് നമ്മൾ കോർട്ടിലൊക്കെ പോകേണ്ടി വരും. ഇറ്റ് മേ അറൈസ് ബിക്കോസ് ഓഫ് സം ക്രിമിനൽ ആക്ട് ഓൺ ഇറ്റ്സ് പാർട്ട് ഓർ ഗ്രോസ് നെഗ്ലിജൻസ് ടു സർട്ടൻ പ്രൊവിഷൻ ഓഫ് ദാറ്റ്. എന്താണ് ഒന്നില്ലെങ്കിൽ എന്തെങ്കിലും ക്രിമിനൽ ആയിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിയമത്തിൽ പറയാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ നിയമത്തിനെതിരെയായിട്ട് എന്തെങ്കിലുമൊക്കെ കള്ളത്തരങ്ങൾ ചെയ്തിട്ടുണ്ടാവും. The auditor of the company may be guilty of criminal offences if he willfully makes a false statement in any report, return, certificate or balance sheet. ഓഡിറ്ററിന് എന്താണ് ക്രിമിനൽ കേസ് വരും. ഇപ്പോൾ അദ്ദേഹം മനഃപൂർവ്വമാണ് ഒരു ഫോൾസ് സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കിയത് അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയത് അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കിയതെങ്കിൽ അദ്ദേഹത്തിനെതിരെ കേസ് വരുന്നതായിരിക്കും. ഇൻ കേസ് ഓഫ് ക്രിമിനൽ ലയബിലിറ്റി ഓഡിറ്റർ ഇസ് പണിഷബിൾ വിത്ത് ഫൈൻ ഓർ ഇംപ്രിസ്മെന്റ് ഓർ ബോത്ത്. ഒന്നില്ലെങ്കിൽ ഫൈൻ ആയിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ ജയിലിൽ കൊണ്ടിടും അല്ലെങ്കിൽ രണ്ടും ഉണ്ടാവും ക്രിമിനൽ ലയബിലിറ്റിയുടെ കേസാണെങ്കിൽ. നെക്സ്റ്റ് ആണ് ലയബിലിറ്റി അണ്ടർ ദ ഇന്ത്യൻ പീനൽ കോഡ്. ഓഡിറ്റർ മേ ഓൾസോ ബി ഹെൽഡ് ലയബിൾ അണ്ടർ ഇന്ത്യൻ പീനൽ കോഡ് ഫോർ ഫ്രോഡ് ആൻഡ് ഫോർ ഫർണിഷിംഗ് ഫോൾസ് സ്റ്റേറ്റ്മെന്റ്. നമ്മൾ കള്ളത്തരോ അല്ലെങ്കിൽ ഒരു തെറ്റായ സ്റ്റേറ്റ്മെന്റോ ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്താണ് ഇന്ത്യൻ പീനൽ കോഡ് IPCയുടെ അണ്ടറിൽ നമ്മൾ എന്താണ് അവിടെ അദ്ദേഹം ലയബിൾ ആയിരിക്കും. ഇഫ് ദ ഓഡിറ്റർ ഇഷ്യൂ എനി ഫോൾസ് സർട്ടിഫിക്കറ്റ് ഇറ്റ് വിൽ ബി കൺസിഡർ ആസ് എ ഫോൾസ് എവിഡൻസ് ഗിവൺ ഇൻ എ കോർട്ട് ഓഫ് ലോ. നമ്മൾ നിയമത്തിന് മുന്നിൽ തെറ്റായ ഒരു എവിഡൻസ് കൊടുക്കുന്ന പോലെ തന്നെയാണ് എന്ത് ഓഡിറ്റർ ഒരു ഫോൾസ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുക എന്നത് പറഞ്ഞിട്ടുള്ളത്. പണിഷ്മെന്റ് ഓഫ് സച്ച് ഒഫൻസ് മേ ബി ഇംപ്രിസ്മെന്റ് അപ് ടു 7 years ആൻഡ് ഓൾസോ ഫൈൻ. 7 വർഷം വരെ തടവും പിന്നെ ഫൈനും ആയിരിക്കും ഇതിൻ്റെ പണിഷ്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഈ നെക്സ്റ്റ് ലയബിലിറ്റി ആണ് അതർ ലയബിലിറ്റി. അതിൽ ഫസ്റ്റ് വൺ ആണ് ഓഡിറ്റേഴ്സ് ലയബിലിറ്റി ടുവേർഡ്സ് തേർഡ് പാർട്ടി. തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ വരുന്നത് ബാങ്കേഴ്സ്, ടാക്സ് അതോറിറ്റീസ്, ഗവൺമെന്റ്, ക്രെഡിറ്റേഴ്സ്, പ്രോസ്പെക്റ്റീവ് ഷെയർ ഹോൾഡേഴ്സ്. അപ്പോൾ ഇവരെല്ലാമാണ് തേർഡ് പാർട്ടി എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഇനി ഓഡിറ്ററിന് ഇവരോടെല്ലാവർക്കും ലയബിലിറ്റി ഉണ്ടാവുക? They enter into transaction with the company on the basis of auditor's report without any further enquiries. അപ്പോൾ എന്താണ് ഇവരെല്ലാം ഈ പറഞ്ഞ തേർഡ് പാർട്ടീസ് ബാങ്കേഴ്സ് ആയിക്കോട്ടെ, ക്രെഡിറ്റേഴ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രോസ്പെക്റ്റീവ് ഷെയർ ഹോൾഡേഴ്സ്, ഗവൺമെൻറ് അതോറിറ്റീസ് എന്തായിക്കോട്ടെ, അവരെല്ലാവരും ഇപ്പോൾ നമ്മുടെ ആ ഒരു കമ്പനിയായിട്ട് കോൺട്രാക്ട് അല്ലെങ്കിൽ എന്തെങ്കിലും എഗ്രിമെൻറ്റ് ചെയ്തേക്കുന്നത് നമ്മുടെ ഓഡിറ്റേഴ്സിൻ്റെ ആ ഒരു ഓഡ് റിപ്പോർട്ടിൻ്റെ ബേസിലാണെങ്കിൽ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താണ്
ആ ടൈമിൽ ഓഡിറ്റർ എന്തെങ്കിലും കള്ളത്തരം കാണിക്കുകയോ അല്ലെങ്കിൽ ആ കാണിച്ചിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് തെറ്റാണെങ്കിൽ അവിടെ ആ തേർഡ് പാർട്ടിക്ക് ഓട്ടോമാറ്റിക് എന്തെങ്കിലും ലയബിലിറ്റി വരും, അല്ലെങ്കിൽ അവർ പ്രതീക്ഷ ഒന്നും കിട്ടുകയില്ല. അങ്ങനെ അവർ എന്തെങ്കിലും ഒരു ലോസ് സഫർ ചെയ്യുകയാണെങ്കിൽ അതിന് ഉത്തരവാദി ആരാണ്? നമ്മുടെ ഓഡിറ്റർ. കാരണം ഓഡിറ്റർ ആണല്ലോ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്തത്. ആ റിപ്പോർട്ട് വെച്ച് മാത്രമാണ് ആ തേർഡ് പാർട്ടി ആ ഒരു കമ്പനിയായിട്ട് എന്തെങ്കിലും എഗ്രിമെന്റ് ഏറ്റിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഫുൾ ലോസ് സഹിക്കേണ്ടത് നമ്മുടെ ഓഡിറ്റർ തന്നെയായിരിക്കും. ഈ നെക്സ്റ്റ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ചില കേസിൽ തേർഡ് പാർട്ടിക്ക് എന്താണ് ഓഡിറ്റർ ലൈബിൾ അല്ല. അങ്ങനെ നോക്കാം. ഇൻ ജനറൽ ഇറ്റ് ഈസ് നോട്ട് ജഡ്ജിക്കലി held that the auditor is not liable to third person as no contractual obligation exists between the auditor and the third party. അല്ലേ? കാരണം ഓഡിറ്റർ ഒരിക്കലും തേർഡ് പാർട്ടി ആയിട്ട് ഒരു കോൺട്രാക്ച്വൽ ഒബ്ലിഗേഷനും ഇല്ല. ആകെ ഓഡിറ്ററിനുള്ളത് ആ ഒരു ക്ലയൻ്റായിട്ട് മാത്രമാണ്. അപ്പോൾ ആ ക്ലയൻ്റായിട്ട് വന്ന പ്രശ്നങ്ങളിലാണ് ഈ ഒരു തേർഡ് പാർട്ടിക്ക് ഉൾപ്പെടുന്നത്. അപ്പോൾ അവരായിട്ട് ഡയറക്റ്റ് ആയിട്ട് ഒരു കോൺട്രാക്ട് ഒബ്ലിഗേഷൻ ആർക്കില്ല? ഓഡിറ്ററിനില്ല. Since he is not appointed by them, he owes no duty to them and hence there is no question of any liability to them. എന്താണ്? ഓഡിറ്റർ അപ്പോയിന്റ് ചെയ്തത് തേർഡ് പാർട്ടി അല്ല, അതുപോലെ തന്നെ ഓഡിറ്ററിന് അവർ ഒരു ഡ്യൂട്ടിയും ഏൽപ്പിച്ചിട്ടുമില്ല. അതുകൊണ്ട് തന്നെ അവിടെ ഓഡിറ്ററിന് ലൈബിലിറ്റി വരേണ്ട കാര്യമില്ല. ഹി കനോട്ട് ബി ഹെൽഡ് ലൈബിൾ ഫോർ ഡാമേജസ് കോസ്റ്റ് ടു ദം. അതുകൊണ്ട് തന്നെ അവർക്ക് എന്തെങ്കിലും ഡാമേജ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ ഒരിക്കലും ഒരു ഓഡിറ്റർ ലൈബിൾ ആവില്ല എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്താണ്? ഓഡിറ്റർ ലൈബിൾ ആണെന്നാണ് ഫസ്റ്റ് സെക്ഷൻ പറയുന്നത്. എന്തുകൊണ്ടാണ്? ഓഡിറ്റ് റിപ്പോർട്ടിൽ മാത്രം ബേസ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു പാർട്ടി തേർഡ് പാർട്ടി ആയിട്ടുള്ള ഷെയർ ഹോൾഡേഴ്സോ ഗവൺമെൻറ് അതോറിറ്റീസോ ക്രെഡിറ്റേഴ്സോ വന്ന് നമ്മുടെ കമ്പനിയായിട്ട് എന്തെങ്കിലും എഗ്രിമെൻറ്റ് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഒപ്പം വന്നിട്ട് എന്തെങ്കിലും ലോസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് ഓഡിറ്റർ ലൈബിൾ ആണ് എന്നാണ് നമ്മൾ ആദ്യം പഠിച്ചത്. പക്ഷേ അതിലെന്തുണ്ട്? അതിന് അഗെയിൻസ്റ്റിൽ പറയുന്നത് എന്താണ്? ഓഡിറ്റർ ഒരു കോൺട്രാക്ട് ഒബ്ലിഗേഷൻ ഒന്നും ഈ തേർഡ് പാർട്ടിയായിട്ട് ഇല്ല. അതുപോലെ തന്നെ കോൺട്രാക്ടർ ഈ ഒരു ഓഡിറ്ററിനെ അപ്പോയിന്റ് ചെയ്തതും ഈ തേർഡ് പാർട്ടി അല്ല. അയാൾക്ക് ആ തേർഡ് പാർട്ടിയുടെ ഒരു ഡ്യൂട്ടിയും ചെയ്ത് കൊടുക്കാനില്ല. അതുകൊണ്ട് തന്നെ അവിടെ ഓഡിറ്ററിന് അവർക്ക് എന്തെങ്കിലും തേർഡ് പാർട്ടിക്ക് എന്തെങ്കിലും ഡാമേജ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് സഫർ ചെയ്യേണ്ട, ലയബിൾ ആയിട്ടിരിക്കേണ്ട കാര്യം ഇല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് ആണ് ഫ്രോഡ്. വെച്ചെന്താണ്? നമ്മുടെ ഓഡിറ്റർ എന്തെങ്കിലും കള്ളത്തരം കാണിച്ചിട്ടുണ്ടെങ്കിൽ, ഫ്രോഡ്ലൻ ആക്ടിവിറ്റീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അപ്ലൈ നോക്കാം. That the statement of balance sheet signed by the auditor was materially untrue. ഓഡിറ്റർ സൈൻ ചെയ്തിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റോ ബാലൻസ് ഷീറ്റോ മെറ്റീരിയലി അൺട്രൂ ആണെങ്കിൽ, തെറ്റാണെങ്കിൽ. രണ്ടാമത്തെ, that the statement etc was made with the intent that a third party should act on it. എന്താണ്? ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കിയത് തന്നെ എന്താണ്? ആ ഒരു തേർഡ് പാർട്ടീനെ അതിൽ കൊടുക്കണം എന്ന രീതിയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളെങ്കിൽ. പിന്നെ മൂന്നാമത്തെ, that the auditor know that the statement was untrue. ഓഡിറ്ററിന് അറിയാമായിരുന്നു ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണെന്ന്, എന്നിട്ടും സ്റ്റേറ്റ്മെൻറ്റ് സൈൻ ചെയ്തു. നെക്സ്റ്റ് ആണ് ലയബിലിറ്റി ഫോർ പ്രൊഫഷണൽ മിസ്കണ്ടക്ട്. പ്രൊഫഷണൽ മിസ്കണ്ടക്ട് നടത്തി കഴിഞ്ഞാൽ അവിടെ കിട്ടുന്ന ലയബിലിറ്റി ഓഡിറ്ററിന് എന്തെല്ലാമാണെന്ന് നോക്കാം. It has the power to provide for penalty where a member fail to follow professional code of conduct. പ്രൊഫഷണൽ കോഡ് ഓഫ് കണ്ടക്ട് ഫോളോ ചെയ്തില്ലെങ്കിൽ ആ മെമ്പറിന് എന്നിട്ടും പെനാൽറ്റി കിട്ടുന്നതായിരിക്കും. The liability for professional misconduct may be removal of the name of the accountant from the register of members for 5 years or more. അപ്പോൾ ആ ഒരു ഓഡിറ്ററിന്റെ നെയിം റിമൂവ് ചെയ്യുന്നതായിരിക്കും. ഒന്നില്ലെങ്കിൽ 5 വർഷത്തിലേക്ക് അല്ലെങ്കിൽ അതിൽ കൂടുതലേക്ക് തന്നെ റിമൂവ് ചെയ്ത് കളയുന്നതായിരിക്കും. നെക്സ്റ്റ് ആണ് ലയബിലിറ്റി ഫോർ മിസ് സ്റ്റേറ്റ്മെന്റ് ഇൻ ദ പ്രോസ്പെക്ടസ്. പ്രോസ്പെക്ടസിൽ നമ്മൾ തെറ്റായ സ്റ്റേറ്റ്മെന്റ് വയ്ക്കുകയാണെങ്കിൽ അപ്പോൾ അവിടെ കിട്ടുന്ന ലയബിലിറ്റി എന്തൊക്കെയാണെന്ന് നോക്കാം. ദ കമ്പനി ആക്ട് 2030 prohibits a company from issuing a prospectus unless it contains the auditor's written consent of its issue. അപ്പോൾ എന്താണ്? കമ്പനി ആക്ട് 2013 പറഞ്ഞിട്ടുള്ള എന്താണ്? കമ്പനിക്ക് അതിൻ്റെ പ്രോസ്പെക്ടസിൽ ഓഡിറ്റേഴ്സിൻ്റെ റിട്ടേൺ കൺസെൻറ്റ് ഇല്ലെങ്കിൽ കമ്പനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടി സാധിക്കുകയില്ല. ഇറ്റ് മസ്റ്റ് ഓൾസോ കണ്ടെയ്ൻ എ റിട്ടൺ സ്റ്റേറ്റ്മെന്റ് ബൈ ദ ഓഡിറ്റർ അപ്രൂവിംഗ് ദ വാലിഡിറ്റി ഓഫ് ദ ഇൻഫർമേഷൻ ഈസ് റിപ്പോർട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ പ്രോസ്പെക്ടസ്. അതുപോലെ തന്നെ ഓഡിറ്ററിൻ്റെ റിപ്പോർട്ട് എന്തായിരിക്കണം? ആ ഒരു പ്രോസ്പെക്ടസ് ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. ആ ഇൻക്ലൂഡ് ചെയ്ത ആ ഒരു പ്രോസ്പെക്ടസിലെ എല്ലാ ഇൻഫർമേഷൻസും വാലിഡ് ആണ്, ജെനുവിൻ ആണെന്ന് പറഞ്ഞുകൊണ്ട് ഓഡിറ്ററിൻ്റെ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റും കൂടിയും അതിൽ ഉണ്ടായിരിക്കണം. അതാണ് ലയബിലിറ്റി ഫോർ misstatement in the prospectus. According to the Company Act 2013, the auditor had to be held liable for any untrue statement made by him in the prospectus. അപ്പോൾ അതുപോലെ തന്നെ എന്ത് പറഞ്ഞിട്ടുണ്ട്? കമ്പനി ആക്ട് 2013 പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ എന്തെങ്കിലും അൺട്രൂ സ്റ്റേറ്റ്മെന്റ് പ്രോസ്പെക്ടസിൽ അദ്ദേഹം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് ഫുൾ ലയബിൾ ആണാണ് ഓഡിറ്റർ തന്നെയായിരിക്കും. ഹി ഈസ് ലയബിൾ ടു പേ കോമ്പൻസേഷൻ ടു എവറി പേഴ്സൺ ഹു സബ്സ്ക്രൈബ് ടു എനി ഷെയർ ഓർ ഡിബെഞ്ചർ ഓൺ ദ സ്ട്രെങ്ത് ഓഫ് ദ പ്രോസ്പെക്ടസ്. ആ ഒരു പ്രോസ്പെക്ടസിന്റെ സ്ട്രെങ്ത്തോടെ അല്ലെങ്കിൽ അത് കണ്ടിട്ട് ഏതെങ്കിലും ഡിബെഞ്ചറോ ഷെയർ ഹോൾഡേഴ്സോ വന്ന് എന്തെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ അതുപോലെ കോമ്പൻസേഷൻ എല്ലാം ആര് പേ ചെയ്യേണ്ടതും? ഈ ഓഡിറ്റർ തന്നെ പേ ചെയ്യേണ്ടതായിട്ട് വരും. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ഓഡിറ്റ് റിപ്പോർട്ട് എന്നാണ്. An audit report is a document through which the auditor conveys opinion about the fairness of the financial statement.
ആ ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഫെയർനെസ്സിനെ കാണിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു ഒപ്പീനിയൻ ഓഡിറ്റർ കൺവേ ചെയ്യുന്നത് ഒരു ഡോക്യുമെന്റിലൂടെയാണ്. ആ ഡോക്യുമെന്റ് പേരാണ് ഓഡിറ്റ് റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുള്ളത്. According to the company year 2013, an auditor is required to make a report to the shareholder of the company on the account examined by him. അപ്പോൾ കമ്പനി ആക്ട് 2013 പറഞ്ഞിട്ടുള്ളത് ഓഡിറ്റർ ഈ ഒരു ഓഡിറ്റ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്തിട്ട് അത് കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിനാണ് കൊടുക്കേണ്ടത്. വിച്ച് ഇസ് എങ്ങനെ ഉണ്ടാക്കിയ റിപ്പോർട്ട്? ബൈ എക്സാമിൻ ദ അക്കൗണ്ട്സ്. ആ കമ്പനിയുടെ അക്കൗണ്ട്സ് എക്സാമിൻ ചെയ്തിട്ടാണ് ആ റിപ്പോർട്ട് ഓഡിറ്റർ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അത് ആരെ ഏൽപ്പിക്കണം? നമ്മുടെ കമ്പനിയുടെ ഷെയർ ഹോൾഡറിനെ ഏൽപ്പിക്കണം എന്നാണ് കമ്പനി ആക്ട് 2013 പറഞ്ഞിട്ടുള്ളത്. The audit report present the result of the examination done by the auditor. അപ്പോൾ ആ ഒരു ഓഡിറ്റ് റിപ്പോർട്ടിൽ എന്താ ഉണ്ടാവുന്നത്? ഓഡിറ്റർ ആ ഒരു കമ്പനിയുടെ എല്ലാ അക്കൗണ്ട്സും എക്സാമിൻ ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ടാണ് അതിലുള്ളത്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നതാണ് എന്തെല്ലാമാണ് ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ ഇമ്പോർട്ടൻസ് ആണ്. ഫസ്റ്റ് പോയിന്റ്, ദ ഷെയർ ഹോൾഡർ ക്യാൻ ഹാവ് ദ ഐഡിയ ഹൗ ദ കമ്പനി ഈസ് ബീൻ മാനേജ് ബൈ ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. അപ്പം ഷെയർ ഹോൾഡേഴ്സിന് ക്ലിയർ ഐഡിയ കിട്ടും എങ്ങനെയാണ് അവരുടെ കമ്പനി ബോർഡ് ഡയറക്ടേഴ്സ് മാനേജ് ചെയ്യുന്നത്. രണ്ടാമത്, ദ ക്രെഡിറ്റേഴ്സ് ആൻഡ് ദ ബാങ്കേഴ്സ് ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഫ്രം ഓഡിറ്റ് റിപ്പോർട്ട് ഹൗ ഫെയർ ദ ലോൺ ടു ദി ബിസിനസ് ഈസ് സേഫ് ആൻഡ് സെക്യൂർ. അപ്പോൾ ബിസിനസ്സിന് ലോൺ കൊടുക്കുന്നവരാണ് ഈ ബാങ്കേഴ്സും ക്രെഡിറ്റേഴ്സും. അപ്പോൾ അവർക്ക് മനസ്സിലാവും ഓഡിറ്റ് റിപ്പോർട്ടിൽ നിന്ന് നമ്മുടെ ബിസിനസ്സിൻ്റെ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്, അപ്പോൾ സേഫ് ആൻഡ് സെക്യൂർ ആണോ എന്നൊക്കെ കൃത്യമായിട്ട് ക്രെഡിറ്റേഴ്സിനും ബാങ്കേഴ്സിനും മനസ്സിലാവും. തേർഡ് പോയിന്റ്, ദ പ്രോസ്പെക്റ്റീവ് ഇൻവെസ്റ്റേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സ് ക്യാൻ അണ്ടർസ്റ്റാൻഡ് വെദർ ഇറ്റ് കുഡ് ബി പ്രിഡലന്റ് ടു ഇൻവെസ്റ്റ് ഇൻ ദ ഓർഗനൈസേഷൻ. എന്താണ്? അപ്പോൾ പ്രോസ്പെക്റ്റീവ് ഇൻവെസ്റ്റേഴ്സ്, നമ്മുടെ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും നമ്മുടെ ഓർഗനൈസേഷനിൽ വന്ന് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ ഉണ്ടാവുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നെക്സ്റ്റ് ആണ്, ദ മാനേജർ ക്യാൻ ഓൾസോ ടേക്ക് വേരിയസ് ഡിസിഷൻ ഫോർ മോർ എഫിഷ്യൻറ്റ് റണ്ണിങ് ഓഫ് ദ ഓർഗനൈസേഷൻ. അപ്പോൾ ഓഡിറ്റ് റിപ്പോർട്ട് കണ്ടുകഴിയുമ്പോൾ അവർക്ക് ഉണ്ടായിരിക്കുന്ന നഷ്ടങ്ങളും എന്തൊക്കെയാണ് മനസ്സിലാവും. അതനുസരിച്ച് മാനേജ്മെന്റ് വേരിയസ് ഡിസിഷൻസ് എടുത്ത് കമ്പനീനെ ഒന്നുകൂടി നല്ല രീതിയിൽ റൺ ചെയ്യാൻ സാധിക്കും. എട്ടാമത്തെ പോയിന്റാണ്, വെരി ഓഫൺ ദ ഗവൺമെന്റ് ഗ്രാൻസ് ആൻഡ് സബ്സിഡീസ് ഓൺ ബേസിസ് ഓൺ ഓഡിറ്റ് റിപ്പോർട്ട്. ഓഡിറ്റ് റിപ്പോർട്ട് അനുസരിച്ച് ഗവൺമെന്റ് സമയത്ത് സബ്സിഡീസും ഗ്രാൻസ് ഒക്കെ ഓഫർ ചെയ്യാണ്ട് അതും കിട്ടുന്നതാണ്. നെക്സ്റ്റ്, ടു സെറ്റിൽ ഇൻഷുറൻസ് ക്ലെയിം ദ ഇൻഷുറൻസ് കമ്പനി ജനറലി വാണ്ട് ദ ഓഡിറ്റ് റിപ്പോർട്ട്. അപ്പോൾ ഇൻഷുറൻസ് ക്ലെയിം സെറ്റിൽ ചെയ്യാൻ വേണ്ടി ഇൻഷുറൻസ് കമ്പനി എപ്പോഴും ആവശ്യപ്പെടുന്നത് ഓഡിറ്റേഴ്സ് റിപ്പോർട്ടാണ്. 8th point ആണ്, ദ ഇൻകം ടാക്സ് അതോറിറ്റി വെരി ഓഫൺ ഡിപ്പെൻഡ് അപ്പോൺ ദ ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് ഇൻ റെസ്പെക്ട് ഓഫ് വേരിയസ് ഇൻകം ടാക്സ് മാറ്റേഴ്സ്. വേരിയസ് ഇൻകം ടാക്സ് മാറ്റേഴ്സ് എല്ലാം ഈ നോക്കാൻ വേണ്ടി ഇൻകം ടാക്സ് അതോറിറ്റിയും എന്തിന് ഡിപ്പെൻഡ് ചെയ്യാറുണ്ട്? ഈ ഓഡിറ്റേഴ്സ് റിപ്പോർട്ടിനെ ഡിപ്പെൻഡ് ചെയ്യാറുണ്ട്. അത്രയും ഇമ്പോർട്ടൻസ് ആണ് ഓഡിറ്റ് റിപ്പോർട്ടിന് ഉള്ളത്. നെക്സ്റ്റ് നോക്കാൻ പോകുന്നതാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്തെല്ലാമാണ്. ഫീച്ചേഴ്സ് ഓർ എസെൻഷ്യൽസ് ഓഫ് എ ഗുഡ് ഓഡിറ്റ് റിപ്പോർട്ട്. ഒന്നാമത്തെയാണ്, ഒരു ഗുഡ് ഓഡിറ്റ് റിപ്പോർട്ട് എപ്പോഴും വളരെ അണ്ടർസ്റ്റാൻഡബിൾ ആയിരിക്കും, നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന ഇതിലേക്ക് അത് ഉണ്ടാക്കിയിട്ടുണ്ടാവുക. അതുപോലെ തന്നെ ആ ഒരു ഓഡിറ്റ് റിപ്പോർട്ട് നല്ല ക്ലിയർനെസ്, അതുപോലെ ക്ലാരിറ്റി ഉണ്ടാവും, നമുക്ക് എല്ലാ സാധനങ്ങളും പെട്ടെന്ന് ക്ലിയർ ആവുന്നതായിരിക്കും. അതാണ് രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെ പോയിന്റ് പറയുന്നതാണ്, അവിടെ നമ്മുടെ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് ഒരിക്കലും റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. റിപ്പീറ്റേഷൻ ഓഫ് ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് എപ്പോഴും അവോയ്ഡ് ചെയ്തിരിക്കണം. അത് നല്ലൊരു ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ പ്രത്യേകതയാണ്. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും അതിൽ ട്രൂ ആൻഡ് ഫെയർ ആയിരിക്കണം. കറക്റ്റായിട്ടുള്ള ഫാക്ട്സ് മാത്രമേ എന്താ പാടുള്ളൂ ഓഡിറ്റിൽ കാണിക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ എല്ലാ റിപ്പോർട്ടിലും എല്ലാ കാര്യങ്ങൾക്കും ഒബ്ജക്റ്റീവ് എവിഡൻസ് ഉണ്ടാവണം. എല്ലാത്തിനും അതിൻ്റെതായ എവിഡൻസ് കൃത്യമായിട്ട് ഉണ്ടായിരിക്കണം. നെക്സ്റ്റ്, ഓഡിറ്റ് റിപ്പോർട്ട് എന്താണ്? നമ്മളുടെ ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് അല്ലെങ്കിൽ ഓഡിറ്റിംഗ് പ്രിൻസിപ്പിൾ അനുസരിച്ച് വേണം ഓഡിറ്റ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി. ഒരിക്കലും ഓഡിറ്റ് റിപ്പോർട്ട് അൺബയാസ്ഡ് ആകാൻ പാടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ തെറ്റായ കാര്യങ്ങൾ ഡിസ്ക്ലോസ് ചെയ്യുന്ന രീതിയിൽ ഒരിക്കലും ഓഡിറ്റ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യാൻ പാടില്ല. നെക്സ്റ്റ് നമ്മുടെ യൂസേഴ്സിന് വേണ്ട എല്ലാ റിലവൻറ്റ് ഇൻഫോർമേഷനും ഓഡിറ്റ് റിപ്പോർട്ടിൽ ഉണ്ടായിരിക്കണം. പിന്നെ ലാസ്റ്റ് വണ്ണാണ് ഓഡിറ്റിംഗ് അഷുറൻസ് സ്റ്റാൻഡേർഡ്. അത് റെഫർ ചെയ്തിട്ട് വേണം എപ്പോൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇതെല്ലാമാണ് നമ്മുടെ ഇമ്പോർട്ടൻസ് ആൻഡ് എസെൻഷ്യൽസ് ഓഫ് എ ഗുഡ് ഓഡിറ്റ് റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് ആണ് നമ്മുടെ ഫോർമാറ്റ് ഓഫ് എ ഓഡിറ്റ് റിപ്പോർട്ട്. ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ ഫോർമാറ്റ് നോക്കാം. ഫസ്റ്റ് വേണ്ടത് ടൈറ്റിലാണ്. അപ്പോൾ സൂട്ടബിൾ ടൈറ്റിൽ കൊടുക്കുക എന്നാൽ മാത്രം നമുക്ക് എന്തെങ്കിലും ഈ റിപ്പോർട്ടിനെ വേറെ റിപ്പോർട്ടിൽ നമുക്ക് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. അപ്പോൾ കൃത്യ ടൈറ്റിൽ പ്രൊവൈഡ് ചെയ്യുക. രണ്ടാമത്തെ അഡ്രസ്. ദ റിപ്പോർട്ട് ഷുഡ് ബി അപ്രോപ്രിയറ്റ്ലി അഡ്രസ്. അപ്പോൾ ആർക്ക് വേണ്ടി റിപ്പോർട്ട് ഉണ്ടാക്കുന്നത്? നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിന് അല്ലെങ്കിൽ ഗവൺമെൻറ് അങ്ങനെ കൃത്യമായിട്ട് അഡ്രസ്സ് കൃത്യം കൊടുത്തിരിക്കണം. നെക്സ്റ്റ് ആണ് നെയിം ഓഫ് ദ ക്ലയൻറ്റ് ഓർഗനൈസേഷൻ. ഏത് ഓർഗനൈസേഷൻ്റെ പേരിലാണ് നമ്മൾ ഓഡിറ്റ് ചെയ്യുന്നത് ആ ഓർഗനൈസേഷൻ്റെ പേര് കൊടുക്കുക. ഫോർത്ത് പോയിന്റ്, ഐഡന്റിഫിക്കേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ക്യാൻ ബി ഐഡന്റിഫൈഡ് ബൈ ഇൻക്ലൂഡിംഗ് ദ നെയിം ഓഫ് ദ എൻറ്റിറ്റി ആൻഡ് ദ ഡേറ്റ് ആൻഡ് പീരിയഡ് കവേർഡ് ബൈ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. നമ്മുടെ എൻറ്റിറ്റിയുടെ നെയിം ഇൻക്ലൂഡ് ചെയ്യുക. അതുപോലെ തന്നെ ഏത് ടൈം പീരീഡിലെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് ആ ഡേറ്റും ടൈം പീരീഡും നമ്മൾ കൃത്യമായിട്ട് കാണിച്ചു കൊടുക്കുക അതിൽ. നെക്സ്റ്റ് ആണ് റെഫറൻസ് ടു ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ് ആൻഡ് പ്രാക്ടീസസ്. അത് റെഫറൻസ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു റീഡേഴ്സിന് ആ ഒരു അഷുറൻസ് കിട്ടുന്നതാണ്. റെഫറൻസ് അഷുറൻസ് അത് റെഫർ ചെയ്തിട്ടാണെന്ന് പറയുമ്പോൾ ആ ഒരു വിശ്വാസം കിട്ടുന്നതായിരിക്കും.
ഒപ്പീനിയൻ ഓൺ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ദ റിപ്പോർട്ട് ഷുഡ് കണ്ടെയ്ൻ ഓഡിറ്റേഴ്സ് ഒപ്പീനിയൻ. എന്താണ് നമ്മുടെ കൺസേൺ ബിസിനസ് ഓർഗനൈസേഷന്റെ ഫിനാൻഷ്യൽ പൊസിഷനെ പറ്റിയുള്ള ഓഡിറ്ററിന്റെ ഒപ്പീനിയൻ ആ ഒരു ഓഡിറ്റ് റിപ്പോർട്ടിൽ ഉണ്ടായിരിക്കണം. പിന്നെ എന്താണ് നമ്മുടെ ഓഡിറ്ററിന്റെ സൈന് നമ്മുടെ ആ റിപ്പോർട്ടിൽ ഉണ്ടായിരിക്കണം. പിന്നെ ഓഡിറ്ററിന്റെ സിഗ്നേച്ചർ ഉണ്ടാവണം. അതുപോലെ ഓഡിറ്ററിന്റെ അഡ്രസ്സ് ഉണ്ടാവണം. പിന്നെ എന്നാണ് ഈ റിപ്പോർട്ട് സൈൻ ചെയ്ത ഓഡിറ്റർ ആ ഡേറ്റ് അതിലുണ്ടാവണം. അതേപോലെ തന്നെ ആ പ്ലേസ് ഏത് പ്ലേസ് വെച്ചാണ് റിപ്പോർട്ട് സൈൻ ചെയ്തത് ആ പ്ലേസും കൂടി അതിൽ ഇൻക്ലൂഡ് ആയിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഓഡിറ്റ് റിപ്പോർട്ടിൽ വേണ്ട. ആ ഒരു ഫോം എന്ന് പറയുന്നത് ഇതാണ്. നെക്സ്റ്റ് ആണ് ഈ കണ്ടന്റ് ഓഫ് ഓഡിറ്റ് റിപ്പോർട്ട്. ഇനി എന്തെല്ലാമാണ് അതിനുള്ളിൽ ആ ഒരു റിപ്പോർട്ടിനുള്ളിൽ പ്രിപ്പയർ ചെയ്ത് വെക്കേണ്ടത് നോക്കാം. ഫസ്റ്റ് വണ്ണാണ് പ്രോപ്പർ ബുക്ക് ഓഫ് അക്കൗണ്ട്സ് ആർ റിക്വയർഡ് ബൈ ദ കമ്പനി ആറ്റ് വിച്ച് ഹാവ് കെപ്റ്റ് ബൈ ദ കമ്പനി. കമ്പനി എല്ലാ പ്രോപ്പർ ബുക്സ് ഓഫ് അക്കൗണ്ട്സും പ്രോപ്പറായിട്ട് കീപ്പ് ചെയ്തിട്ടുണ്ടോ, കമ്പനി ആയിട്ട് പറഞ്ഞിരിക്കുന്ന എല്ലാ ബുക്സും കീപ്പ് ചെയ്യുന്നുണ്ടോ എന്ന ആ ഒരു കാര്യത്തിന് ഒപ്പീനിയൻ അദ്ദേഹം അതിൽ കാണിച്ചിരിക്കണം. ഉണ്ടോ ഇല്ലോ എന്ന് പറയണം. രണ്ടാമത് വെദർ ബാലൻസ് ഷീറ്റ് ഗീവ്സ് ട്രൂ ആൻഡ് ഫെയർ വ്യൂ ഓഫ് ദ സ്റ്റേറ്റ് ഓഫ് അഫെയർ ഓഫ് ദ കമ്പനി. കമ്പനിയുടെ ആ ഒരു റണ്ണിങ് ആ ഒരു പ്രോസസ്സിലെ എല്ലാ കാര്യങ്ങളും ട്രൂ ആൻഡ് ഫെയർ ആയിട്ടാണോ നമ്മുടെ ബാലൻസ് ഷീറ്റിൽ കാണിച്ചിട്ടുള്ളത്, ബാലൻസ് ഷീറ്റ് എന്തെങ്കിലും തെറ്റ് കാണിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ആ ഒരു ഓഡിറ്ററുടെ കാണിച്ചിരിക്കണം, ഡിസിഷൻ കാണിച്ചിരിക്കണം. അതേപോലെ തന്നെയാണ് പി ആൻഡ് അക്കൗണ്ട്, ആ ഒരു കമ്പനിയുടെ പി ആൻഡ് അക്കൗണ്ടും ട്രൂ ആൻഡ് ഫെയർ ആയിട്ടുള്ള കാര്യങ്ങളാണോ കാണിച്ചിട്ടുള്ളത് എന്ന് പറയാം. പിന്നെ എന്താണ് ഓഡിറ്ററിന് വേണ്ട എല്ലാ നെസസറി ഇൻഫോർമേഷൻസും എക്സ്പ്ലനേഷനും കൃത്യമായിട്ട് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് കാണിക്കാം. അതുപോലെ തന്നെ ആ ഒരു കമ്പനിക്ക് ബ്രാഞ്ചസ് ഉണ്ടെങ്കിൽ ആ ബ്രാഞ്ചിൽ നിന്ന് പ്രോപ്പർ റിട്ടേൺസ് എല്ലാം ആ ഒരു ഓഡിറ്റ് പർപ്പസിന് വേണ്ടി തനിക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കാം. നെക്സ്റ്റ് ആണ് എന്താണ് whether the P&L account and balance sheet of the company are in agreement with the book of account and return. ആ കമ്പനിയുടെ കീപ്പ് ചെയ്യുന്ന ബുക്ക് ഓഫ് അക്കൗണ്ട്സും റിട്ടേൺസും ആയിട്ട് P&L അക്കൗണ്ടും ബാലൻസ് ഷീറ്റും മാച്ച് ആണ് നോക്കുക. ലാസ്റ്റ് പോയിന്റ് ആണ് വെദർ ഇൻ ദിസ് ഒപ്പീനിയൻ ദ ബാലൻസ് ഷീറ്റ് ആൻഡ് ദ P&L അക്കൗണ്ട് കമ്പിൾ വിത്ത് ദ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്. ആ നമ്മുടെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ആയിട്ടും ഈക്വലായിട്ട് പോകുന്ന രീതിയിലാണോ ബാലൻസ് ഷീറ്റും P&L അക്കൗണ്ടും പ്രിപ്പയർ ചെയ്ത് നോക്കുക. ഇതെല്ലാമാണ് ഒരു ഓഡിറ്റ് റിപ്പോർട്ടിൽ ഉണ്ടാവേണ്ട കണ്ടന്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. പോകുന്നത് what are the different type of audit report ആണ്. ഫസ്റ്റ് വൺ ആണ് ക്ലീൻ റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുള്ളത്. എ ക്ലീൻ റിപ്പോർട്ട് ഇസ് വൺ ഇൻ വിച്ച് ദ ഓഡിറ്റർ ഡസ് നോട്ട് ഇൻസേർട്ട് എനി ക്വാളിഫിക്കേഷൻ, മോഡിഫിക്കേഷൻ ഓർ റിസർവേഷൻ. ഓഡിറ്റർ വേറെ ഇനി ഒരു ക്വാളിഫിക്കേഷനോ മോഡിഫിക്കേഷനോ റിസർവേഷനോ ഒന്നും താല്പര്യപ്പെടുന്നില്ല. അദ്ദേഹം ആ ഒരു റിപ്പോർട്ടിൽ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അങ്ങനെ ഒരു റിപ്പോർട്ടാണ് ക്ലീൻ റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുള്ളത്. A clean report indicates that the auditor is satisfied with all the points required to be stated in this report and state them in the affirmative, adding no reservation anywhere. അപ്പോൾ ക്ലീൻ റിപ്പോർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം പറയണ്ടോ അദ്ദേഹം എല്ലാ പോയിന്റ്സിലും എല്ലാ കാര്യത്തിലും അദ്ദേഹം സാറ്റിസ്ഫൈഡ് ആണ്. ഇനി അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിൽ ഒരു മാറ്റം വരുത്തേണ്ടതോ ആയിട്ടൊന്നും കാര്യമില്ല. അപ്പോൾ എന്ത് ചെയ്യും, ആഡിങ് നോ റിസർവേഷൻ എനിവർ എന്ന് പറഞ്ഞ് അദ്ദേഹം ആ ഒരു സ്റ്റേറ്റ്മെന്റ് അഫർമേറ്റീവ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ auditor make a clean or unqualified report when he is satisfied with various matter as follows. ഏതൊക്കെ കാര്യം സാറ്റിസ്ഫാക്ഷൻ കിട്ടുമ്പോഴാണ് അദ്ദേഹം ക്ലീൻ റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഒന്നാമത്തെ he has got reasonable evidence in support of all material transaction. എല്ലാ മെറ്റീരിയൽ ട്രാൻസാക്ഷനും പറ്റിയും ഒരു ക്ലിയർ ആയിട്ടുള്ള റീസണബിൾ എവിഡൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അതിനെ ക്ലീൻ റിപ്പോർട്ട് എന്ന് പറയും. രണ്ടാമത്തെ all entries has been passed according in general accepted accounting principle. ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിലാണ് എല്ലാ എൻട്രീസും പാസ് ചെയ്തിട്ടുള്ളെങ്കിലും അദ്ദേഹം ക്ലീൻ റിപ്പോർട്ട് എന്ന് പറയും. മൂന്നാമത്തെ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് കറസ്പോണ്ട് ടു ദ ബുക്ക് ഓഫ് അക്കൗണ്ട്. ആ കമ്പനി ഉണ്ടാക്കിയിരുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ലൈക്ക് ബാലൻസ് ഷീറ്റ്, P&L അക്കൗണ്ട് എല്ലാം ബുക്ക് ഓഫ് അക്കൗണ്ട്സ് ആയിട്ട് കറസ്പോണ്ടിങ് സെയിം ആയി പോകുന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് അവിടെ ഒരു റിസർവേഷൻ്റെ ഒന്നും ആവശ്യമില്ല. ലാസ്റ്റ് ആണ് എല്ലാ റിലവൻറ്റ് ഇൻഫോർമേഷൻസും ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ട്, എല്ലാം കൃത്യമായിട്ട് ഓഡിറ്ററിനെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ടൊക്കെയാണ് നമ്മൾ ക്ലീൻ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുക ഓഡിറ്റർ. നെക്സ്റ്റ് ആണ് ക്വാളിഫൈഡ് റിപ്പോർട്ട്. A qualified report is one which contains the opinion of the auditor subject to certain condition or reservation. Qualified report വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്തുണ്ട്, ഓഡിറ്ററിന്റെ ഒപ്പീനിയനൊപ്പം തന്നെ അവിടെ കുറച്ച് കണ്ടീഷൻസ് അല്ലെങ്കിൽ റിസർവേഷനും വച്ചിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടൊക്കെ ആയിരിക്കും അദ്ദേഹത്തിന്റെ ഒരു റിപ്പോർട്ടിൽ റിസർവേഷൻ വരാൻ കാരണം? ഇറ്റ് ഈസ് ഇഫ് He is not satisfied with the account presented to him. അദ്ദേഹത്തിന് മുന്നിൽ വച്ചിരിക്കുന്ന അക്കൗണ്ട്സ് ആയിട്ട് അയാൾക്ക് അത്രയും സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടില്ല എന്നെങ്കിലാണ് അദ്ദേഹം ക്വാളിഫൈഡ് റിപ്പോർട്ട് ഉണ്ടാക്കുക. രണ്ടാമത്തെ if he finds some illogical or discrepancy in the treatment of some items. അദ്ദേഹം കണ്ടിരിക്കുന്ന ആ ഒരു ഐറ്റംസ് ട്രീറ്റ്മെന്റ് അദ്ദേഹത്തിന് എന്തോ ഇല്ലോജിക്കൽ അല്ലെങ്കിൽ എന്തോ പ്രശ്നമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അദ്ദേഹം എന്ത് ചെയ്യും, അതിൽ സാറ്റിസ്ഫൈഡ് അല്ല, ഒരു ക്വാളിഫൈഡ് റിപ്പോർട്ട് എന്ന് പറയും. മൂന്നാമത്തെ if it is not satisfied with the explanation or information given to him. അദ്ദേഹം ചോദിച്ചതിനുള്ള എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ ഇൻഫോർമേഷൻ കിട്ടിയത് സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ. Next, if we think that the profit and loss account and the balance sheet do not exhibit a true and fair view of the company's state of affairs. കമ്പനിയുടെ സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സിനെ പറ്റിയുള്ള ട്രൂ ആൻഡ് ഫെയർ വ്യൂ ഒരിക്കലും ആ ഒരു ബാലൻസ് ഷീറ്റിനോ P&L അക്കൗണ്ടിനോ കൊണ്ടുവരാൻ പറ്റിയില്ലെങ്കിലും അദ്ദേഹം അതിനെ ക്വാളിഫൈഡ് റിപ്പോർട്ട് എന്ന് പറയും.
ലാസ്റ്റ് ആണ്, ഇഫ് ദ മാനേജർ ഇസ് നോട്ട് പ്രിപ്പയർഡ് ടു മേക്ക് ദ ഡിസൈഡ് ചേഞ്ചസ്. നമ്മുടെ ഓഡിറ്റർ എന്തെങ്കിലും ചേഞ്ചസ് വരുത്താൻ പറഞ്ഞിട്ടുണ്ടാവും, ആ ഡിസൈഡ് ചേഞ്ചസ് വരുത്താൻ മാനേജർ തയ്യാറായില്ലെങ്കിലും അദ്ദേഹം ക്വാളിഫൈഡ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്നതായിരിക്കും. In the third one ആണ് adverse report. When the auditor express an adverse or negative opinion in this report about the principal point in the report for which audit is mainly intended, the report is called adverse report. എന്തിനു വേണ്ടിയാണ് റിപ്പോർട്ട് ഉണ്ടാക്കിയത്, ആ പ്രിൻസിപ്പൽ പോയിന്റ് തന്നെ അദ്ദേഹത്തിന് നെഗറ്റീവ് ഒപ്പീനിയൻ ആണെങ്കിൽ അപ്പോൾ ഉണ്ടാക്കുന്ന ഒരു റിപ്പോർട്ടാണ് അഡ്വേഴ്സ് റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുള്ളത്. So, an adverse report is a report in which the auditor categorically states that the profit and loss account and the balance sheet do not exhibit a true and fair view. അപ്പോൾ ഒരു അഡ്വേഴ്സ് റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ എന്താണ്, ആ റിപ്പോർട്ടിൽ ഓഡിറ്റർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കമ്പനിയുടെ P&L അക്കൗണ്ടും അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റും ഒരു ട്രൂ ആൻഡ് ഫെയർ വ്യൂ അല്ല കൊണ്ടുവന്നിട്ടുള്ളത്. An adverse report should be given by the auditor only when he has strong and convincing evidence to support his conclusion. അപ്പോൾ ഒരു അഡ്വേഴ്സ് റിപ്പോർട്ട് ഒരു ഓഡിറ്റർ കൊണ്ടുവരുമ്പോൾ അദ്ദേഹത്തിന് അത് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള നല്ല രീതിയിലുള്ള സ്ട്രോങ്ങും കൺവീനിയൻസിങ് ആയിട്ടുള്ള എവിഡൻസും ഉണ്ടായിരിക്കണം, എന്നാൽ മാത്രമേ അദ്ദേഹത്തിന് അത് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. ഹി ഷുഡ് ഡിസ്ക്ലോസ് ഓൾ ദ റീസൺ ഫോർ അഡ്വേഴ്സ് റിപ്പോർട്ട്. അതുപോലെ തന്നെ എല്ലാ റീസൺസും കൃത്യമായിട്ട് അദ്ദേഹം ആ റിപ്പോർട്ടിൽ എന്തുകൊണ്ടാണ് ഇതൊരു അഡ്വേഴ്സ് റിപ്പോർട്ട് ആക്കി എന്നുള്ള എല്ലാ റീസൺസും പറഞ്ഞിരിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് അഡ്വേഴ്സ് റിപ്പോർട്ടിനെ പറ്റി പറയാനുള്ളത്. നെക്സ്റ്റ് ആണ് പീസ്മീൽ റിപ്പോർട്ട്. The auditor gives a piecemeal report when he is unable to give an opinion on the financial statement taken as a whole. ഇപ്പോൾ ഒരു ഓഡിറ്ററിന് ഇതിനകത്ത് ആ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പറ്റി ഒരു ഒപ്പീനിയൻ പറയാൻ പറ്റാത്തൊരവസ്ഥ വരികയാണെങ്കിൽ അദ്ദേഹം ഇറക്കുന്ന ഒരു റിപ്പോർട്ടാണ് പീസ്മീൽ റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുള്ളത്. ബട്ട് ഹി ബിലീവ്സ് ദാറ്റ് ഹി ക്യാൻ എക്സ്പ്രസ് ആൻ ഒപ്പീനിയൻ ആൻഡ് സർട്ടൻ ഐറ്റം ഇൻ ദ സ്റ്റേറ്റ്മെൻറ്റ് വിച്ച് ഹി ഈസ് സാറ്റിസ്ഫൈഡ്. പക്ഷെ എന്താണ്, ഇങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കുമ്പോൾ അദ്ദേഹത്തിനൊരു ഉറപ്പുണ്ടാവും സർട്ടൻ ഐറ്റംസിൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് സാറ്റിസ്ഫൈഡ് ആണ് അദ്ദേഹം. This type of report is known as piecemeal report. Whenever an auditor give a piecemeal opinion, he should give reason for the same. അപ്പോൾ എപ്പോഴൊക്കെയാണോ അദ്ദേഹം പീസ്മീൽ ഒപ്പീനിയൻ കൊടുത്തിട്ടുള്ളത് അതിനുള്ള റീസണും അദ്ദേഹം അത് കൃത്യമായിട്ട് പറഞ്ഞിരിക്കണം. ലാസ്റ്റ് വൺ ആണ് ഡിസ്ക്ലെയിമർ ഓഫ് ഒപ്പീനിയൻ. When an auditor is unable to express an opinion due to certain reason and state it is a report, it becomes a report with a disclaimer opinion. എന്താണ്, അദ്ദേഹം ഒരു ഒപ്പീനിയൻ കാരണം അദ്ദേഹത്തിൻ്റെ ഒരു കാരണം അദ്ദേഹത്തിന് എന്താണ് ഒരു ഒപ്പീനിയൻ എടുക്കാൻ പറ്റില്ല, എന്തെങ്കിലും റീസൺ കാരണം അദ്ദേഹത്തിന് ആ ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനെ പറ്റി ഒരു ഒപ്പീനിയൻ പറയാൻ പറ്റിയില്ല. അപ്പോൾ എന്താണ് ആ കാരണമെന്ന് റിപ്പോർട്ടിൽ എഴുതിയിട്ടുണ്ടാവും. എ ഡിസ്ക്ലെയിമർ ഓഫ് ഒപ്പീനിയൻ ഈസ് ഓൾവേസ് റിക്വയർഡ് ടു ബി സപ്പോർട്ടഡ് ബൈ ദ ജസ്റ്റിഫൈഡ് ഫാക്ട്സ്. അപ്പോൾ ഒരു ഡിസ്ക്ലെയിമർ ഒപ്പീനിയൻ എന്ന് പറയുമ്പോൾ എന്താണ്, ആ ഒപ്പീനിയനെ എല്ലാ സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളും ഫാക്ട്സും അതിൽ ഉൾപ്പെടുത്തിയിരിക്കണം. It may not be possible for an auditor to collect all information which is necessary for expressing an opinion as on the financial statement. അപ്പോൾ എന്താ നമുക്കറിയാം, ഒരു ഓഡിറ്ററിന് എല്ലാ ഇൻഫോർമേഷൻസും കളക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുകയില്ല. Though this situation are rare, it may arise because of incomplete accounts submitted by the client. എന്താണ്, അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ എന്നത് ഇങ്ങനെ ഒരു ഒപ്പീനിയൻ വരാൻ പറ്റാത്ത സിറ്റുവേഷനോ അല്ലെങ്കിൽ ഇങ്ങനെ റീസൺ ഇടാൻ പറ്റാത്ത സിറ്റുവേഷനൊക്കെ വരികയാണെങ്കിൽ അതിന് മെയിൻ കാരണം എന്താണ്, നമ്മളുടെ ക്ലയൻറ്റ് ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള അക്കൗണ്ട്സ് ആണ് ഓഡിറ്ററിനെ ഏൽപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ വരുമ്പോൾ ഓഡിറ്ററിന് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഓർ നെഗ്ലിജൻസ് ഓൺ ദ പാർട്ട് ഓഫ് ദ ക്ലയൻറ്റ്, അല്ലെങ്കിൽ ആ ഒരു എന്താണ് ഓഡിറ്റ് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി ഓഡിറ്ററിന് കൊടുക്കേണ്ട ഇൻഫോർമേഷൻ അല്ലെങ്കിൽ എക്സ്പ്ലനേഷൻ ഒന്നും കൃത്യം കൊടുക്കാണ്ട് അതിൽ അവർക്ക് എളുപ്പമട്ട് കാണിച്ചാലും അദ്ദേഹത്തിന് ഇങ്ങനെ ചെയ്യേണ്ടി വരും. When the auditor is to submit such inconclusive audit report because of the reason beyond his control, such report is called report with disclaimer. അപ്പോൾ എന്താണ്, അദ്ദേഹത്തിന് ആ ഫുൾ കംപ്ലീറ്റ് ഓഡിറ്റ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, കാരണം അവർ എല്ലാ കാര്യവും ഏൽപ്പിക്കാറുണ്ട്. അങ്ങനെ ഒരു ഇൻകംപ്ലീറ്റ് അല്ലെങ്കിൽ ഇൻകൺക്ലൂസീവ് ഒരു കൺക്ലൂഷൻ കിട്ടാത്തൊരു ഓഡിറ്റ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ അതും അദ്ദേഹത്തിൻ്റെ കൺട്രോളിന് അപ്പുറമാണത്, അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥ. അപ്പോൾ അങ്ങനെയുള്ളതിൽ വിളിക്കുന്ന പേരാണ് റിപ്പോർട്ട് വിത്ത് ഡിസ്ക്ലെയിമർ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതോടെ നമ്മുടെ ഈ ഒരു മൊഡ്യൂൾ കംപ്ലീറ്റ് ആവാണ്. അപ്പോൾ ഈ മൊഡ്യൂളിൽ എല്ലാ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളും ഓൾമോസ്റ്റ് എല്ലാ ടോപ്പിക്കും തന്നെ നമ്മൾ ഈ ഒരു വീഡിയോ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് 4th മൊഡ്യൂളിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ട് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും, ലിങ്ക് കയറി കാണാവുന്നതാണ്. ഇത് ശരിക്കും പഠിച്ചതിനാൽ ഫുൾ ചാപ്റ്റർ റിവൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുന്നവരെ ബൈ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഫ്രണ്ട്സിന് മാക്സിമം ഷെയർ ചെയ്യുക.